വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നല്ലോ. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ സ്കൂട്ടിയുടെ അടുത്തേക്ക് ചെന്ന് പോകാനുള്ള ഒരു ഇതിലാണ്. അന്നേരം രേഷ്മ അല്ലേ എന്നും പറഞ്ഞ് വിഷ്ണു ആലോചിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്കറിയാം രേഷ്മ തന്നെയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം രേഷ്മ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരമാണ് ഈ കുട്ടി വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നത്. അന്നേരം ആര് വിഷ്ണു എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം എത്ര കാലമായി കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, കാലം ഒരുപാട് കഴിഞ്ഞപ്പോൾ തനിക്ക് കുറച്ചുകൂടി ഗ്ലാമർ വന്നു എന്ന് പറയുകയാണ്. അന്നേരം സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഗ്ലാമർ വരുമെന്ന് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. അന്നേരം കുറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അവരൊന്നങ്ങോട്ട് സംസാരിക്കുകയാണ്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ടോ പഴയ അടിപിടി ഒക്കെ ആണോ എന്നിങ്ങനെ രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം കുറച്ചൊക്കെ ഉണ്ട്, നിർത്തിയിട്ടില്ല, കുറച്ച് കുറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, 2 കുട്ടികളും ഉണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരമാണെങ്കിലും അവരിങ്ങനെ സംസാരിക്കുന്നത് തൊട്ടപ്പുറത്തുനിന്ന് ശാലിനി ഇങ്ങനെ നോക്കി കാണുകയാണ്. വിഷ്ണു അങ്ങ് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇങ്ങ് സംസാരിക്കുകയാണ്. എന്തുകൊണ്ട് ആകെ വളരെ സന്തോഷത്തിൽ. അന്നേരം അതാണോ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അതാണോ വൈഫ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതാണ് വൈഫ്, ആൾ ചില്ലറക്കാരിയൊന്നുമല്ല, തിരുവനന്തപുരം ജില്ലാ കളക്ടറാണെന്ന് പറയുമ്പോൾ ഓ ശാലിനി വിഷ്ണു അല്ലേ, അത് ഞാൻ കേട്ടിട്ടുണ്ട്, അതിലെ വിഷ്ണു നീയാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, പരിചയപ്പെടുത്തി തരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെല്ലാമല്ലോ എന്ന് പറഞ്ഞിട്ട് വാന്ന് വിളിച്ചുകൊണ്ട് ശാലിനി അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശാലിനി ഇത് രേഷ്മ എന്ന് പറയുകയാണ്, എൻ്റെ നമ്മൾ 1ാം ക്ലാസ് മുതലുള്ള പരിചയമാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേഷ്മ പറയുന്നത് വെറും പരിചയമല്ല, നല്ല പരിചയമാണെന്ന് പറഞ്ഞിട്ട് 5ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തിപ്പോയി എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇവള് പഠിച്ചു ഞാൻ പഠിച്ചില്ല എന്ന് പറയുകയാണ്. അന്നേരം 5ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി എന്തിനാണെന്ന് അറിയാമോ, നീ അജയനെ എടുത്ത് കുളത്തിലിട്ടതിനല്ലേ എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണെന്നറിയാമോ, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിനാണെന്നൊക്കെ ഇങ്ങനെ രേഷ്മ സംസാരിക്കുകയാണ്. ശാലിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. വിഷ്ണു ആകെ ഒരു ജാള്യതയോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിലെന്ന് പറയുന്നുണ്ട്, അന്നല്ല എനിക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു, എനിക്ക് ലെറ്ററൊക്കെ തന്നിട്ടുണ്ട് നീ എന്നൊക്കെ ഇങ്ങനെ പറയാം, അക്ഷരത്തെറ്റ് മാത്രമുള്ളൊരു ലെറ്റർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും വിളിച്ച് പറയാതെ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ശാലിനി ചോദിക്കുകയാണ്, അപ്പോൾ ലെറ്റർ പരിപാടി പഴയ 4ാം ക്ലാസ് തൊട്ടേ തുടങ്ങിയതാണല്ലേ, ആശാൻ ഇപ്പോഴും ലെറ്റർ പരിപാടി നിർത്തിയിട്ടില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. പക്ഷെ ശാലിനി ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, പക്ഷെ നീരസമൊന്നും കാണിക്കുന്നില്ല. തുടർന്നാണെങ്കിൽ അല്ല ഇനി അപ്പോൾ ശാലിനി പറയുന്നുണ്ടല്ല, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം രശ്മി നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ പിരിയാൻ പോകുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ പറയാനായിട്ട് ഒരുപാടുണ്ട്, അതൊക്കെ പിന്നീട് ഒരിക്കൽ പറയാമെന്ന് പറയുകയാണ്. അന്നേരം അത് ശരി എങ്കിൽ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിയുമ്പോൾ വിഷ്ണു എൻ്റെ നമ്പറും തരുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനെന്താ നോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ അത് അത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ ഈ രേഷ്മയാണെങ്കിൽ സ്കൂട്ടിയിൽ കയറി ഇങ്ങനെ പോകുന്നത് വരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശാലിനി പറയുന്നുണ്ട്, ഇത് ബാല്യകാല സഖിയൊക്കെ പോയി, പക്ഷേ മുഖത്താകെ സന്തോഷമുണ്ടല്ലോ, അത് പഴയ കൂട്ടുകാരിയെ കണ്ട സന്തോഷമല്ല, അതിനപ്പുറം എന്തോ ആണ് എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം അങ്ങനെ പറഞ്ഞാലുണ്ട് എന്തോ വലിയ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമായിരുന്നു, താനല്ലാതെ ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിച്ചിരുന്നെങ്കിൽ അത് ഇവളായിരുന്നു, പക്ഷെ അത് കുട്ടിക്കാലത്തെ ഒരു കുറുമ്പ് മാത്രമാകാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോവാം, പോയി പരാതി കൊടുക്കണം, പരാതി കൊടുത്ത് ജീപ്പ് മോഷണം പോയി എന്ന് പരാതി കൊടുക്കുന്നു, അതിനുശേഷം നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുന്നു, അതിനുശേഷം താൻ കളക്ട്രേറ്റിലേക്കും പോകുന്നു, ഞാൻ വീട്ടിലേക്കും പോകുന്നു, എന്താ അതുപോലെയും ചോദിക്കുകയാണ്. തുടർന്നാണെങ്കിൽ അവർ വീണ്ടും അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് വിഷ്ണുവിൻ്റെ ഫോൺ വരികയാണ്. അന്നേരം രേഷ്മയാണ് വിളിക്കുന്നത്. അന്നേരം ഞാനാണ് വിഷ്ണു എന്ന് പറയുന്നുണ്ട്. തൻ്റെ കാര്യം ഞാനിപ്പോൾ ശാലിനിയോട് പറയുമായിരുന്നു എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം പഴയ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പറയേണ്ട, വല്ലാതെ അതിനെ കഷ്ടത്തിലാക്കല്ലേ എന്ന് പറയുകയാണ്. അത് താൻ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, എന്ത് പറഞ്ഞാലും ഇവിടെ ഏൽക്കില്ല, എന്നെ ശാലിനിക്കുള്ള വിശ്വാസം അത്രയ്ക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം എന്തായാലും തൻ്റെ നമ്പർ കിട്ടിയല്ലോ, വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാനിവിടെ വന്നത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിഷ്ണുവിനോട് പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ എസ് ഐയെ കാണാൻ വന്നതാണ്, അപ്പോൾ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് ഒരു ബന്ധു വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ നമ്പർ കിട്ടിയല്ലോ സന്തോഷമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് രേഷ്മയാണ് വിളിച്ചത്, എന്തായാലും നമ്പർ കിട്ടി എന്നിങ്ങനെ പറയുമ്പോഴാണ് ഈ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നതും വിഷ്ണു കുറച്ചൊക്കെ പറയുന്നത്.
അതിനുശേഷം വിഷ്ണു വാ ഇനി നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ഈ രേഷ്മ പോയ വഴിയെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് രേഷ്മ ഇങ്ങനെ വണ്ടി ഒഴിച്ച് പോകുകയാണ് കാണിക്കുന്നത്. ഇനി വിഷ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് ഇനി രേഷ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. അത്ര പന്തിയായിട്ടല്ല ആ ഒരു സീനൊക്കെ അങ്ങോട്ട് കാണിക്കുന്നത്, രേഷ്മയുടെ ആ ഭാവവും ഒക്കെ കാണിക്കുന്നത്. തുടർന്ന് റൈറ്ററുടെ അടുത്ത് പോയി വിഷ്ണു ഇങ്ങനെ പരാതി പറയുന്നുണ്ട്, എഴുതുകയാണ്. അന്നേരം ശാലിനി ഇപ്പുറത്തെ മുറിയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം മാഡം SI പുറത്ത് പോയിരിക്കുകയാണ്, മാഡത്തിന് കാപ്പിയോ ചായയോ എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ടെന്ന് പറയുകയാണ്. പറയുന്നുണ്ട് ഇന്നലെ രാത്രി വീട്ടിൽ കൊണ്ടിട്ട വണ്ടിയാണ്, അപ്പോൾ രാവിലെ ആകുമ്പോൾ കാണാനില്ല, അപ്പോൾ ഇവിടെ വന്ന് പരാതി കൊടുത്തിട്ട് പോകാമെന്ന് കരുതി എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അത് നല്ലത് തന്നെയാണ് മാഡം. ഇനിയിപ്പോൾ കള്ളന്മാർ വല്ലതും എന്തെങ്കിലും കൊണ്ടുപോയി പണി ഒപ്പിച്ചാൽ അതൊക്കെ ഉടമയുടെ മേലെ ആകില്ലേ, ഇവിടെ ആകുമ്പോൾ ഇവിടെ പരാതി തന്നു അപ്പോൾ അത് നിലപാടെടുക്കുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരമേ ശാലിനിക്ക് ഇങ്ങനെ സംശയം തോന്നുകയാണ്. ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണു അപ്പുറത്തെ മുറിയിലിരിക്കുകയാണ്. അന്നേരം ഇന്നലെ രാത്രി വിഷ്ണുവിൻ്റെ വണ്ടിയായിട്ട് പോയി, എന്നിട്ട് രാവിലെ വന്നിട്ട് വണ്ടി കാണാനില്ല എന്ന് പരാതി കൊടുക്കുന്നു. എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ വിഷ്ണുവേട്ടൻ്റെ മനസ്സിലുണ്ട്, എന്തായാലും കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ശാലിനി ഇരിക്കുകയാണ്. സമയത്ത് റൈറ്റർ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്നലെ രാത്രി വീട്ടുമുറ്റത്ത് കിടന്ന വണ്ടി രാവിലെ കാണാനില്ല അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. അന്നേരം അടുത്തുള്ള ആരെങ്കിലും സംശയമുണ്ടോ, ഇനി ആരെങ്കിലും പണി തരാനായിട്ട് പോയതാണോ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ആകില്ല, ഇതിപ്പോൾ കള്ളന്മാരുടെ പണി ഒപ്പിച്ചായിരിക്കും, അവരിനി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എൻ്റെ തലയിൽ വരുമല്ലോ, കാലം വല്ലാത്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അന്വേഷിച്ചാൽ മതി, എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശാലിനിയുടെ അടുത്തേക്ക് വരിക. പോകാമെന്ന് പറയുമ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് വണ്ടിയിൽ പോകുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് വിഷ്ണുവിനോട് അവരെന്താ പറയുന്നതെന്ന്. അന്നേരം പതിവ് പല്ലവി തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, തലേ ദിവസം കമലിനായിട്ട് പോയതും പോലീസുകാരെ വിഷ്ണുവിൻ്റെ ജീപ്പ് നോട്ട് ചെയ്തതും, പിന്നീട് വിഷ്ണു ഒറ്റയ്ക്ക് പോയിട്ട് ഒരു മാർക്കറ്റിൽ എവിടെയാണെന്ന് തോന്നുന്നു വിഷ്ണു ഇങ്ങനെ വണ്ടി കൊണ്ടിട്ടിട്ട് ഇങ്ങനെ ടാർപ്പ് വെച്ച് മൂടി ഇട്ടിട്ട് തിരിച്ചു പോരുന്ന ആ സീനും വിഷ്ണു മനസ്സിൽ ആലോചിക്കുകയാണ്. അന്നേരം ചോദിക്കുന്നുണ്ട് എന്നാലും വിഷ്ണുവായിട്ട് ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു ഊഹം, കള്ളന്മാരോ മറ്റോ ആയിരിക്കും, രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ എടുത്തതായിരിക്കും, അല്ല പാടത്തോ പറമ്പിലോ ഒഴിഞ്ഞ സ്ഥലത്തോ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ വലിയ ഗൗരവത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ ഹാളിൽ പിന്നെ രോഹിത് ഇരുന്ന് ഫോണൊക്കെ നോക്കിയാണ്. രാഘവൻ നായരും പിള്ളയൊക്കെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട്. അന്നേരം ഭാമ ചായയൊക്കെ കൊണ്ടുവന്ന് രാഘവൻ നായർക്ക് കൊടുക്കുകയാണ്. രോഹിത്തിനോട് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട സത്യാമ്മ എന്ന് പറയുന്നുണ്ട്. അന്നേരം പിള്ള എനിക്ക് വേണമെന്ന് പറയുമ്പോൾ സത്യാമ്മ അങ്ങോട്ട് തിരിയാൻ പോകുമ്പോൾ പോലീസ് വണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. SIയും കൂട്ടരും ഒക്കെ വരികയാണ്. അവരകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രോഹിത് അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. രാഘവൻ നായർ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അന്നേരം കളക്ടർ മാഡം എവിടെയും ചോദിക്കും പോയി എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ വിഷ്ണു എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചാണ് പോയതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് SI ആണെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് രോഹിത്തിൻ്റെ കൊടുക്കുകയാണ്. വിഷ്ണുവിൻ്റെ നമ്പറിലൊന്ന് ഡയൽ ചെയ്യാൻ പറയുന്നുണ്ട്. രോഹിത്ത് ഡയൽ ചെയ്ത് തിരിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് SI വിളിക്കുന്നുണ്ട്. അന്നേരം ഇവർ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ അടിക്കുമ്പോൾ വിഷ്ണു എടുക്കുന്നുണ്ട്. ഞാൻ സ്ഥലം SI ആണ് എന്ന് പറയുമ്പോൾ വിഷ്ണു തിരിച്ചു വിട്ടെന്ന് പറയുന്നുണ്ട്. അതേ സാറേ, എൻ്റെ ജീപ്പ് ഇന്നലെ രാത്രി മോഷണം പോയി, ഞാൻ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പരാതിയൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ വിഷ്ണുവിനെ അപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ മേഡം കൂടെ ഇല്ലേ കൊടുക്കാൻ പറയുകയാണ്. തുടർന്ന് ശാലിനിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഈ SI പറയുന്നുണ്ട് മേഡത്തിൻ്റെ ഹസ്ബൻഡിനെതിരെ ഗുരുതരമായൊരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്, ഒരു ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് പറയുകയാണ്. അന്നേരം ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, അതിനുശേഷം ഓഫീസിലേക്ക് വരും, അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ശരി മേഡം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. തുടർന്ന് ഇവർ പോലീസുകാർ ഭാമയോട് പറയുന്നുണ്ട് മേഡം കളക്ട്രേറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. അന്നേരം ശാലിനി ചോദിക്കുകയാണ് എന്താ വിഷ്ണുവായിട്ട് അതൊക്കെയും ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് അതൊന്നും അറിയില്ല, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആകെ തപ്പുകയാണ്. അന്നേരം ശാലിനി ആകെ ടെൻഷനായി നിൽക്കുകയാണ്, അത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. അന്നേരം അവിടെ രാഘവൻ നായരും ചോദിക്കുന്നുണ്ട് എന്തോ ഭാമ ഇത് എന്തോ ഇവിടെ നടക്കുന്നതെന്ന്. അന്നേരം എനിക്കൊന്നും അറിയില്ല, ഇതെന്തോ പിന്നെ വലിയ പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നും അല്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്ന് ഭാമയും പറയുക. അന്നേരം ഇവർ ഈ പോലീസ് വന്നതും പോയതും ഒക്കെ ആ മുകളിൽ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് ശ്യാമയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ഗോപാലകൃഷ്ണന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ശാരദാമ്മ. എന്നിട്ട് അവിടെയും പരാതിയും പരിഭവവും തന്നെയാണ് ശാരദാമ്മയ്ക്ക്. ഇതിപ്പോൾ എത്ര കാലം നമ്മൾ മൂടി വയ്ക്കും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, നമ്മളെ മക്കളല്ലേ കഷ്ടപ്പെടുന്നത്, പിന്നെ തെറ്റ് ചെയ്ത നമ്മളാണ്, അപ്പോൾ ശിക്ഷ കിട്ടേണ്ടത് നമുക്കാണ്, പക്ഷെ അവർക്കൊരു സമാധാനം ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഞാനും ഇതൊക്കെ ഉള്ളിൽ ഒളിപ്പിക്കുന്നതേ ഉള്ളൂ, എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ കുറേ കള്ളങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ നമ്മളും ചെറിയ കള്ളങ്ങൾ ഒളിപ്പിക്കുന്നു, അത്രയ്ക്ക് അങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ
അമ്മയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തന്നെയാണ്. ഇതൊന്നും ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എത്ര നാളിത് ഇങ്ങനെ പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരോടും എല്ലാവരും പറയാമെന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ നീ പോയി പറയും, എന്നിട്ട് നമുക്ക് വാതിൽക്കിരിക്കാം, പോലീസ് ഒന്ന് നമ്മളെ കൊണ്ടുപോട്ടെ, ഇനിയുള്ള കാലം ജയിലിൽ കഴിയാമെന്ന് പറയുകയാണ്. ഗോപാലകൃഷ്ണനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഏത് സമയത്താണോ ഇതിപ്പോൾ കുറ്റക്കാരൻ ഞാനാണ്, ഏത് സമയത്താണോ എന്തോ ഞാൻ അപ്പോഴങ്ങോട്ട് കയറി വന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പെങ്കച്ചും ആരെങ്കിലും ഒരാൾ തീർന്നേനെ, ഇപ്പോൾ അന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ ആദ്യം കയറി തീ തിന്നണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മ പറയുകയാണ്. അന്നേരം അത്രയ്ക്കൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല, ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷേ ശാരദാമ്മയാണെങ്കിൽ മനസ്സിലുള്ള ഞാൻ ആദ്യം കയറി ചത്തുപോകത്തേ ഉള്ളൂ, എനിക്ക് ഇങ്ങനെയൊന്നും പറയാനൊന്നും സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് പിന്നെ കീഴടങ്ങാൻ ഗോപാലേട്ട എന്ന് പറയുകയാണ്. ഗോപാലേട്ടന് പറയാൻ വയ്യെങ്കിൽ ഞാൻ പോയി പറയാം, അല്ലാതെ ഇതൊക്കെ ഒരു നാൾ വെളിയിൽ വരിക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ ജയിലിൽ പോയാൽ മക്കൾ സ്വസ്ഥമായിട്ട് ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ പറയാം എന്നുള്ള രീതിക്ക് തന്നെ ഞാൻ പോയി പറയുമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് അങ്ങ് മാറിപ്പോവുകയാണ്. അതിന് ഗോപാലകൃഷ്ണൻ ആകെ ചിന്തിക്കുകയാണ്, ഇത് ഇവിടെ ആകെ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനും അങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. നസീറിനെ കൊന്നത് നമ്മളാണ് എന്നുള്ളത് പറയാം എന്നുള്ള രീതിക്ക് തന്നെ ശാരദാമ്മ നിൽക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ അനുവിനെ പറയുന്നുണ്ട്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓട്ടോ ഒക്കെ ഓടുന്നത് നീ ഓർക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ അതൊന്നും കൂട്ടാക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ആ മനസ്സിനുള്ള ആദ്യമൊക്കെ ഒഴിവാക്കാനായിട്ട് എന്നായാലും വെളിയിൽ വരും, അതുകൊണ്ട് അവരോട് സത്യം തുറന്ന് പറയാമെന്നൊക്കെ ഉള്ള നിലപാടിൽ തന്നെ ശാരദാമ്മയും നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അവിടെ വിഷ്ണുവിനെയും കൊണ്ട് ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഡോക്ടർ വ്യക്തമായിട്ട് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, വല്ലാത്ത ദാഹം, പരവേശം, അങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ ഉണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഒമിറ്റ് ചെയ്യാൻ തോന്നാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇല്ല എന്ന് പറയാൻ വരുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഉണ്ട് ഡോക്ടർ, 1-2 വട്ടം ഒമിറ്റ് ചെയ്തു എന്ന് പറയുകയാണ്. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ചോദിക്കുമ്പോൾ തല നന്നായിട്ട് ചൂടാവും എന്ന് പറയുന്നുണ്ട്. അന്നേരം വേദന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നില്ല. പക്ഷേ അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. പക്ഷേ ആ ഒരു വിധം പ്രശ്നം ഇതൊക്കെ സാധാരണക്കാർക്ക് ആളുകൾ ഉണ്ടാകാറുണ്ട് എന്നിങ്ങനെ ആദ്യം ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ തല നന്നായിട്ട് ചൂടാവാറുണ്ട്, പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ ഡോക്ടർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. പക്ഷേ ആ ഒരു അടി കിട്ടിയ കാര്യമാണെങ്കിൽ വിഷ്ണു അവിടെ പറയുന്നില്ല. എങ്കിൽ അവർ സ്കാൻ ചെയ്ത് നോക്കി എന്തെങ്കിലും ചെയ്യുമ്പോൾ വിഷ്ണുവിൻ്റെ ആ ഒരു പ്രശ്നം അവിടെ കറക്റ്റ് മനസ്സിലായണം. ഇനി അത് പറയുമോ ഇല്ലയോ എന്നുള്ളത് വിഷ്ണു മിക്കവാറും അത് പറയാനായിട്ട് സാധ്യതയില്ല. ഇനി ഡോക്ടറായിട്ട് എന്തെങ്കിലും നടപടി എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.